നല്ല പടമാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്. നല്ല കണ്ടന്റാണ്. അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നൈസാണ്. ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. പിന്നെ കൃഷാന്തിൻ്റെ ഒരു യൂണിവേഴ്സ് വേറെ തന്നെ കൃഷാന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മറ്റ് മൂവീസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനേക്കാളും ഇത് നിങ്ങൾക്ക് നല്ലൊരു ടേക്ക് അവേ ഉണ്ടാവും. ഒരു പുതിയ പരീക്ഷണം അതന്നെ പറഞ്ഞത്. കൃഷ്ണാന്ത് ഇത് കുറഞ്ഞൊന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ ഫ്രണ്ട് എനിക്ക് നമുക്ക് അറിയാമായിരുന്നു ഇത് കുറഞ്ഞൊന്നും വരില്ല എന്ന്. കൃഷ്ണാന്തിനോട് തന്നെ ചോദിക്കേണ്ടി വരുന്നത്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണ്. വെരി നൈസ്, വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. ഇനിയും ഇങ്ങനെ സിനിമ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് മോർ ചാലഞ്ചിങ്. ഇങ്ങനെ ഒരു ചാലഞ്ചിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എല്ലാവരും ഓൺ സ്പോട്ട്. വെരി നൈസ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എൻ്റെ എല്ലാം ഫോൾ ഇൻ പ്ലേസ് ആയിട്ടുണ്ട് ഭയങ്കര കറക്റ്റായിട്ട്. ഞാൻ അങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്നതാണ്. ബട്ട് ഐ വാസ് സോ സാറ്റിസ്ഫൈഡ്. സോ നൈസ്. ഈ ഒരു പടത്തിന്റെ പേര് ഇതിനോട് എത്രമാത്രം അയ്യോ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയാനൊന്നും അറിയില്ല. ബട്ട് ഇറ്റ്സ് വെരി നൈസ് ആൻഡ് എസ്പെഷ്യലി രജിസ്റ്റർ ചേച്ചിയെല്ലാം സോ നൈസ്. നിരഞ്ജൻ ചേട്ടനും അതെ ഭയങ്കര അടിപൊളി. എവറിബഡി താങ്ക് യു. പടം വളരെ ന്യൂ ആണ്, വളരെ അബ്സേർഡ്, വളരെ ഫ്യൂച്ചറിസ്റ്റിക്. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള മലയാളത്തിൽ നല്ല മൊത്തത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പടത്തിൻ്റെ ടെംപ്ലേറ്റിലോ പാറ്റേണിലോ വരുന്ന പടമൊന്നുമല്ല. കൃഷാന്തിൻ്റെ തന്നെ വളരെ ഫ്രഷായിട്ടൊരു തോട്ടും അതിൻ്റെ തന്നെ അങ്ങനെ തന്നെയുള്ള എക്സിക്യൂഷനാണ് പുള്ളിനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് മറ്റൊന്ന് പോലെ എന്ന് പറയാനൊരു എക്സാമ്പിൾ പോലും ഇല്ലാത്ത ഒരു തരം പടമാണ്. അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഗെയിമിങ് അങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് അതിനകത്ത്. ആൻഡ് അതിൻ്റെ എൻഡ് ഓഫ് ഇറ്റ് ഒരു കോർ ഹ്യൂമൻ ഇമോഷൻ പറയുന്നുണ്ട്. എൻ്റർടൈനിങ് ആണ്, പക്ഷേ വളരെ അബ്സേർഡ്ലി എൻ്റർടൈനിങ് ആണ്. അത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനത്തെ സിനിമകൾക്കൊരു സ്പേസ് വേണം. അതുകൊണ്ട് എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. 2040 കൊച്ചി ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉള്ളതുപോലെ അങ്ങ് എങ്ങനെയാണോ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് മാത്രമേ ഉള്ളൂ. കുറേ ചിരിക്കാനുണ്ട്. ഇങ്ങനെ മലയാളത്തിലധികം കാണാത്ത പെർഫോമൻസസ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് മൂഡാണ്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സിനിമ. രജീഷ് എൻ്റെ ഭയങ്കര സൂപ്പറാണ്. രജയുടെ എല്ലാ പെർഫോമൻസസും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു ജോണേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസ് എനിക്കറിയില്ല. ഞാൻ ആ ഒരു ആസ്പെക്റ്റില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ കണ്ട് അതിൽ തന്നെയാണ് പരിപാടി വരുമ്പോൾ പറയാം. കോമഡി, കുറച്ച് ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു സാധനമാണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ ഭയങ്കര ഒരു ഫ്രഷ് ടേക്ക് ഓൺ ലോട്ട് ഓഫ് ഫാമിലി ജോൺസ്. നല്ല തിയേറ്ററിൽ തന്നെ കാണും. ആ സ്കെയിലും ആ ഫ്യൂച്ചറിസ്റ്റിക് സാധനമൊക്കെ ഭയങ്കര വെൽ ഓഫ് ആയിട്ട് ചെയ്തു. ഒരു ഭാവി പ്രവചനം എന്തെങ്കിലും ആണ് ഈ ഒരു സിനിമ? അയ്യോ അത് നമുക്കറിയില്ല. പ്രവചനം ആവല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള എല്ലാ ഫ്യൂച്ചറിസം എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ കോമിക്കലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. സോ പെർഫോമൻസ് വൈസ് ആണെങ്കിലും മൊത്തം സ്റ്റൈലും എല്ലാം ഇഷ്ടമായി. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ രജിസ്റ്ററുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കോടതി ഭയങ്കര ഇഷ്ടമായി. നിരഞ്ജ്, വിജയപ്രഭ, വിഷ്ണു എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളി സമയം. ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങാം. എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. രജിഷ ഭയങ്കര തകർത്തിട്ടുണ്ട്. നിരഞ്ജാണെങ്കിലും ദിവ്യപ്രഭയാണെങ്കിലും എല്ലാവരും വിഷ്ണു എവ്രി വൺ അടിപൊളിയായിട്ട്. സുരേഷ് എല്ലാവരും നന്നായിട്ട്. 2040 കൊച്ചി കിഷാന്റെ വേർഷനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇപ്പോഴേ കൊച്ചിക്കാണല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അതിൽ കുറച്ച് സയന്റിഫിക് എലിമെന്റ്സ് കുറിച്ചിട്ടുണ്ടല്ലാണ്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ആസ്വദിച്ചതും പടം. ബാക്കി ടൈമും അതിൻ്റെ സയൻസും എല്ലാം വേറെ ആയിരുന്നു. വിഷയങ്ങൾ സെയിം തന്നെയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര റിലേറ്റബിൾ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സിനിമകൾ ഉണ്ടാവുന്ന ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ്
നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയേക്കുന്നുള്ളത് ഇന്ത്യ മൊത്തം ഞെട്ടാൻ പോകുന്നൊരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇതിന്റെ ഒന്നും കാണാതാണ് ഈ പോസ്റ്റേഴ്സ് മാത്രം നമ്മൾ ട്രെയിലർ കട്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ സിനിമയായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു ഫിലിം മേക്കർ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കി എന്നുള്ളത് അൺബിലീവബിൾ ആണ്. അൺബിലീവബിൾ സിനിമ. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ ഇപ്പം സൈമൺ ആരാ ചോദ്യത്തിലൊക്കെ എല്ലാം ഉത്തരം കിട്ടിയല്ലോ. എങ്ങനെ സൈമൺ ആയി എന്നുള്ളത് മനസ്സിലായല്ലോ. ബാക്കി ഇനി റെഫറൻസ് ഉണ്ട്. പുള്ളി ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലല്ല, ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ബാക്കി ഇത് എല്ലാം ഞാൻ പടം കണ്ടില്ല, ഞാൻ പുറത്തേക്കായിരുന്നു. അപ്പം പക്ഷെ കണ്ടിറങ്ങിയവരുടെ അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓർമ്മിപ്പിംഗ് ആണ്. എല്ലാവരും തിയേറ്ററിൽ ഹാവ് ഫൺ ഇൻ തിയേറ്റേഴ്സ്. അത് അത്ര ഉദ്ദേശിക്കുന്നു. പുതിയൊരു സാധനം, ഹാവ് ഫൺ ഇൻ തിയേറ്റേഴ്സ്.